ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ഒരു പുളിയിഞ്ചീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പുളിയിഞ്ചിയൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും പഴയ കാലത്ത് ഉണ്ടാക്കിയിരുന്നൊരു മോഡലാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നമുളക്, പച്ചമുളക്, പിന്നെ ജീരകം, ഉലുവ, മഞ്ഞൾപ്പൊടി, കറിവേപ്പിൻ്റെ ഇല, ശർക്കര, പുളി ഒരു കയ്യിൽ നമ്മൾ പിടുത്തം പുളിയാണ് നമ്മൾ പിഴിഞ്ഞ് വെച്ചത് കേട്ടോ. അതൊക്കെ നമ്മൾ എടുത്ത് ഇനി അതിന് ശേഷം നമ്മൾ ചട്ടിയിൽ പുളി ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് കുറച്ച് തോനെ ഇടുന്നുണ്ട്. പക്ഷേ എത്ര പച്ചമുളക് ഇട്ടാലും പച്ചമുളകിനനുസരിച്ച് നമ്മൾ മധുരം ഇട്ട് കഴിഞ്ഞാൽ ആ പച്ചമുളകിൻ്റെ എരിവൊന്നും അറിയില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ടിട്ട്, ചെറിയ ഉള്ളിയൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഇട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി, പിന്നെ കുറച്ചും കൂടി ഒരു കൂടുതൽ എടുത്തിട്ടുണ്ട്, ഒരു 3-4 അല്ലി കൂടി. പിന്നെ ഇഞ്ചി ഇട്ടു, പിന്നെ ഇഞ്ചി അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ, വെളുത്തുള്ളിക്ക് അനുസരിച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, ഉലുവി, മഞ്ഞൾപ്പൊടി, കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി വറ്റി വന്നിട്ട് വരുമ്പോഴാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോഴൊന്നും ശർക്കര ഇടില്ല. ഇനി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ. അമ്മ പഴയ കാലത്ത് അമ്മേൻ്റെ അച്ഛനൊക്കെ ഉണ്ടാക്കിയിരുന്ന ആ ഒരു ടൈപ്പ് പുളിയിഞ്ചിയാണ് ഇത്. അപ്പോൾ ഇതിലെല്ലാതും ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെ വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പച്ചമുളകൊന്നും ഇതിലിങ്ങനെ കാണില്ല, ഒക്കെ വെന്ത് വരുമ്പോൾ അലിഞ്ഞിങ്ങനെ പറ്റ നൈസാവും കേട്ടോ. എല്ലാം ഇളക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കുമല്ലോ, എല്ലാ സാധനവും അങ്ങനെയാണല്ലോ. നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഷ്ണം അരിഞ്ഞതും ഒക്കെ അമ്മ തന്നെയാണ് കേട്ടോ. അപ്പം അത് അതിൻ്റേതായൊരു ഭംഗി തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് അമ്മ തന്നെയാണ് അരിഞ്ഞത്. പിന്നെ പച്ചമുളകൊക്കെ വലിയതായിട്ട് കീറിയിട്ടാണ്. ഇതൊന്നും ഇങ്ങനെ നിൽക്കില്ലല്ലോ വെന്ത് വരുമ്പോൾ. അപ്പം ഏകദേശം വറ്റാനങ്ങനെ ആയി തുടങ്ങിയപ്പോൾ നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പം 3 ആണി ശർക്കര ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മധുരം കുറച്ചും കൂടി ആവാല്ലേ എന്ന് ചോദിച്ചു അമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ശർക്കരയും കൂടി ഇട്ടു. അങ്ങനെ ഒരു ശർക്കരയും കൂടി ഇട്ടാണ് കേട്ടോ. 4 ശർക്കര അണിയിട്ട്. ഇനി ഇതിങ്ങനെ ഒന്നും കൂടി വറ്റി വരണം കേട്ടോ. പുളി ഉണ്ടാക്കുക പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് ആയി കിട്ടില്ലല്ലോ. ഇനി അതിങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ കുറുകി വരും കേട്ടോ. അപ്പം നമ്മളൊരു ഇലത്തലക്കിൽ വിളമ്പുമ്പോൾ ഒഴുകിപ്പോരുതല്ലോ പുളി. തലക്കിൽ വിളമ്പി അവിടെ നിൽക്കണ്ടേ, അതിന് മാത്രമുള്ള കട്ടിയിൽ നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ. വറ്റിച്ച് ഇതപ്പം ഏകദേശം ആയി വരാനായി കേട്ടോ. ഇപ്പോൾ പുളിയിഞ്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പുളിയിഞ്ചി ഒന്ന് വെച്ച് നോക്ക്, നല്ല ടേസ്റ്റാട്ടോ. അത് കുപ്പിയിലങ്ങോട്ട് ആക്കി വെച്ചാൽ ഓണം വരെ നിൽക്കുമെന്നറിയില്ല. ഏതായാലും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓണത്തിന് ഇനി വേറെ പുളിയിഞ്ചി ഉണ്ടാക്കേണ്ടി വരുമോ? ഇനി ആയിന്ന് കേട്ടോ. നമ്മളതിൽ വറുത്തിടാൻ പോവുകയാണ്. അതിന് കുറച്ച് എണ്ണയും ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് കേട്ടോ. കുറച്ച് കടുകും കറിവേപ്പിൻ്റെ ഇലയും മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് വറുത്തിട്ടു കേട്ടോ. അപ്പോൾ ആ ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ ആ പുളി ഒന്നും കൂടി ഒന്ന് വറ്റിയിട്ടോ. അപ്പോൾ നല്ല പാകത്തിലായി, കണ്ടില്ലേ?
അപ്പോൾ അതിൽ വെളുത്തുള്ളി മാത്രമേ ഇങ്ങനെ കാണുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അലിഞ്ഞു പോയി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് പുളിയിഞ്ചി ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.